അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയത്തിക്ക് വായിസൽ ചൊല്ല ഉദ്ദേശിച്ചു. പ്രത്യേകിച്ചിട്ട് പെണ്ണിങ്ങ ഇത് ಗಮನ കൊടുക്കണ ವಿಷಯಟಿಕ್ಕ ಇಂದು ಈ ಮಂಗಿಲಾ ಚಲ್ಡೋ ഒരു വിഷയം അതെന്താ എന്നെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തായി തിക്കർ നല്ലൊരു കാര്യം തിക്കർ ಮಂಗಿಲಾ ചല്ലത്. ഒരാൾ ಮಂಗಿಲಾವರು ചെന്നെങ്കിൽ അവനവൻ്റെ പാതി ദീണ്ട് പൂർത്തിയാക്കിയാണ്ട്. അപ്പം ദീനിൽ എത്രമോ വിഷയം കൊണ്ട് ഞങ്ങൾ ചിന്തിക്കണം. ഓരോരോ വിഷയം ദീൻ ഡീപ്പായിട്ട് ദീനിൽ ഞങ്ങൾക്ക് പഠിപ്പാട്ടിക്കണ്ട് ഓരോരോ വിഷയത്തും. അപ്പോൾ ഈ ಮಂಗಿಲಾ ചെല്ലത് പാതി ദീണ്ട് പൂർത്തിയാക്കിയാണ്ട്. അപ്പോൾ അത്ര വലിയ മഹത്വമുള്ള കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തായി തിക്കർ. പക്ഷേ ഇത്ര നല്ല കാര്യത്തിൽ ഞങ്ങൾ നല്ല ശ്രദ്ധിച്ചിട്ടിത് മനസ്സിൽ ഉൾಗೆടുത്തിട്ട് ഇത് അർത്ഥാക്കണം. അല്ലെങ്കിൽ അതെല്ലാം ഇപ്പം നടക്കുക അങ്ങനെ ചെന്നെങ്കിൽ ആവില്ല. ആ മങ്ങിലത്തിൽ എൻ്റെ ഏകദേശം പെൺമക്ക മങ്ങിലത്തേക്ക് പോയെങ്കിൽ നിസ്കാര കലാവും. സുബ്ഹാനല്ലാഹ്. ഒരു പുത പെണ്ണ് അവളുടെ അസറും മഗ്രിബും കലാവുടും. ലൊഹർ കല മേക്കപ്പ് ഒഴിവാക്കുകയാവില്ല. ഞങ്ങൾ ചിന്തിക്കണം ഇത്ര നല്ല ദീണ്ടോ പാതി പൂർത്തിയായിട്ട് ചെല്ലോ ആ മങ്ങിലത്തിൽ ദീനിൽ നിർബന്ധമായിട്ടും ആക്കൊക്കെ ചെന്ന് പ്രധാനപ്പെട്ട ഇബാദത്തുടെ കൂട്ടത്തിലായിട്ടിക്കർ നിസ്കാര ചെല്ലതുള്ളൂ. നിസ്കാര ചെല്ലത് സ്വർഗത്തെ കീഴ് കൈയായിട്ടിക്കർ. അപ്പോൾ ഇത്ര മഹത്വമുള്ള മങ്ങിലത്തൊനാൾ റിയലായിട്ട് എന്താവണം അള്ളാഹുടെ ഓർമ്മയെ ഹറവർ. പക്ഷേ ഇതിൻ്റെ അവസ്ഥ എന്തായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് അത്രയൊന്നും വന്നില്ലെങ്കിൽ വലിയ വിഷയമല്ല. പക്ഷേ നിസ്കാരമെങ്കും ഞങ്ങൾ എന്താക്കണം കൃത്യമായിട്ട്. ഇത് കേവലം ഒരു പുതപ്പിൻ്റെ വിഷയം മാത്രമല്ല. അവിടെ ബറുംപലത്തോ ഫാമിലി ആയിട്ടുള്ള കുടുംബത്തോ കസിൻസ്മാരെല്ലാം ഒട്ടിಗೆ എക്കുമ്പത്തുകോ നിസ്കാര കലായി പോകണ്ട. സുബ്ഹാനല്ലാഹ്. വല്ലാത്ത ബേജാറുടെ വിഷയത്തിക്കർ. ആണിങ്ങ അവിടെ പോയിത്താൻ നിസ്കരിക്കണം. പെണ്ണിങ്ങവും ഏകദേശം ഹാളിൽ ഇപ്പം നിസ്കരിക്കുമ്പോഴത്തെ വ്യവസ്ഥ ഉണ്ട്. പക്ഷെ എന്താക്കല്ല ചൊമ്മത്താൽമാർ നിസ്കരിക്കല്ല. കാരണം എന്തോ ബ്ലൗസ് കൈ ഇട്ടത് ഫുൾ സ്ലീവ് ഇന്നെങ്കിൽ അത് കൈമേലാക്കുകയില്ല. കാരണം അല്ലേ ഒന്നാമത്തോ രണ്ടാമത്തോ ഗ്രാൻഡ് ഡ്രസ്സ് ഇട്ടിക്കറ അത് ഞങ്ങൾ കൈമേലാക്കി ഒഴിവാക്കുകയില്ല. പിന്നെ എന്തോ മേക്കപ്പ് ഉണ്ടു. ನಾನು 5000 ರೂಪಾಯಿ 6000 ರೂಪಾಯಿ 3000 ರೂಪಾಯಿ 2000 ರೂಪಾಯಿ ಕೊಡ್ತಿಟ್ಟು ಮೇಕಪ್ ಹಾಕಿ ಬಂದರೆ ಆ ಮೇಕಪ್ പോണ്ടു. എവിടെയൊക്കെ എത്തിക്കണം എത്തിയുണ്ടല്ലോ ഞങ്ങൾ ചിന്തിക്കണം. ഈ നിസ്കാര കല ആക്കിയിട്ട് എന്ത് സന്തോഷം എത്തിക്കാക്കുള്ളൂ. ഒരു പുതിയ പെണ്ണ് അണ്ടത്തെ നിസ്കാര അവൾക്ക് നിസ്കരിക്കുക ശരീര ശുദ്ധി ഉണ്ടായെങ്കിൽ അവൾ നിസ്കരിച്ചിട്ടില്ല ഉണ്ടായെങ്കിൽ അവളുടെ ലൈഫ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു നാളായിട്ടിക്കർ. ഒന്നാമത്തെ ജനിച്ച നാൾ, രണ്ടാമത്തെ മങ്ങിലത്തെ നാൾ, മൂന്നാമത്തത് മരണത്തെ നാൾ. ഈ പ്രധാനപ്പെട്ട ഒരു മനുഷ്യരോ ജീവിതത്തിൽ വേണ്ട ഏറ്റവും വലിയ ടർണിങ് പോയിൻ്റ് അവിടെ 3 സംഭവം എത്തിക്കർ. അതിൽ മിഡിലായിട്ടിക്കർ മങ്ങിലുള്ളൂ. അത് ചിലപ്പോൾ ആവണ്ടേക്കു ജനന മരണം. അത് ജനിച്ചവൻ മരിക്കണം, ജനിച്ചവൻ മങ്ങിലാവണുണ്ടില്ല. പക്ഷെ എന്നെങ്കിലും ആ ಮಂಗಿಲಾ ചെല്ലത് അവളുടെ ലൈഫറോ ಅಥವಾ അവളുടെ ലൈഫറോ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടർണിങ് പോയിന്റ്, ഏറ്റവും പ്രധാനപ്പെട്ടത് ആ മങ്ങിൽ തണ്ട്. സുബ്ഹാനല്ലാഹ്. നിസ്കാരമില്ല ഉണ്ടായെങ്കിൽ ഒന്ന് ചിന്തിച്ച് നോക്കറ് എന്താവും അവസ്ഥ. സുന്നത്തായ കാര്യത്തിൽ ഭാഗവഹിച്ചിട്ട് ഫർലായ കാര്യത്ത് ആക്കിയിട്ടില്ല. എന്താവും ഒരാൾ ലൊഹർ നിസ്കരിക്കൂ ഭർത്താവ് അങ്ങനെ ലൊഹറിൻ്റെ മുന്നിലത്തെ ಜನರಿಗೆ സുന്നത്ത് നിസ്കരിക്കರು ಲೊಹರ್ ನಿಸ್ಕರಿಕ್ಕಿಲ್ಲ ವಾಪಸ್ ಬಂತು. അങ്ങനെ മേലെ ഇത് സുന്നത്ത്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സുന്നത്തായിട്ടിക്കറ് മങ്ങിലവിടെ സുന്നത്താക്കിയിട്ട് ആ സുന്നത്താക്കിയത് കൊണ്ടിട്ട് ഫർള് വിട്ടു. സാധാരണ കാര്യത്തിൽ ഇതുക്കും എല്ലാ കാര്യത്തും ഓരോരുത്തങ്ങൾ ഡീപ്പായിട്ട് ചിന്തിക്കും അതിൽ ഉൾഗത്തുള്ളൊരു മർമ്മണം കറുത്തവരും മങ്ങിലാച്ചല്ല സുന്നത്ത് ആ സുന്നത്താക്കിയിട്ട് ഫർള് വിട്ടു. എന്തായെങ്കിലും ഒരർത്ഥമുണ്ട് ಇದಕ್ಕೆ ഓരോന്നിലക്കായെങ്കിൽ ಇದಕ್ಕೆ ചെറിയോ എങ്ങനെ ഞങ്ങൾ ഇതിലോ തിങ്കാക്കിയെങ്കിൽ അത് മങ്ങിലല്ലേ അങ്ങനെ ബിസില്ല എന്ത് തിങ്കാക്കിയെങ്കും ഒരു സുന്നത്താക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആ സുന്നത്ര കാരണം കൊണ്ട് ഫർള് വിടുക എന്നെങ്കിൽ അർത്ഥമില്ല. ഈമാനുള്ള ആൾമാർ ഈമാനുള്ള ആൺമക്കാവട്ടെ പെൺമക്കാവട്ടെ മങ്ങിൽ തന്നെ നിസ്കാര ബിൽക്കുലം കള്ളാക്കല റിയലായിട്ട് അങ്ങനെ ശ്രദ്ധയാറ മങ്ങിൽ തന്നെ ആയിട്ടിക്കും ഇണ്ട് നണ്ട ലൈഫ് ഏറ്റവും വലിയ ടർണിങ് പോയിന്റ് ഏറ്റവും വലിയൊരു ഒരു സുന്ദരമായ ഒരു നാളായിട്ടിക്കറ് ಇಂಡಾಯ್ತಿಕ್ಕರು ಅವ ಯಾರ ಎಂದಾಕೋಣ ನಿಸ್ಕಾರತ್ತ ಬಗ್ಗೆ ಇಂಡು ನಿಸ್ಕರಿಸಿತ್ತು ನಾನು ಎಂದಾಕೋಣ ನಂದು ಇಂಡತ್ತ ನಾಳು നിസ്കാരക്കല്ല ആവത്തീറോ നണ്ട് ഇണ്ട് നല്ലൊരു നാളായിട്ടിക്കറ്. പക്ഷേ ഇണ്ട് എന്തായിരം അവസ്ഥ മങ്ങിലത്തെ പേരിൽ മേക്കപ്പും ഡ്രസ്സും അതുപോലെ ഇത്തരം വിഷയങ്ങളും എല്ലാം ആയിട്ട് ഇങ്ങനെ ആയിട്ടുണ്ട് ഞങ്ങൾ ലൈഫ്. പ്രത്യേകിച്ചിട്ട് ഇതിൽ ഞാൻ ചെന്നു ഫസ്റ്റ് ചെന്നു പെണ്ണിങ് ആണിങ് എങ്ങനെയെങ്കിൽ നിസ്കരിക്കാറ് ഏകദേശം ഒരു 90%, 99 ಅಥವಾ 95% ആണിങ്ങ നിസ്കരിക്കുവാറ്. നിസ്കരിക്കാണ്ട് ഇക്കറങ്ങ മാത്രം നിസ്കരിക്കാണ്ടത് ഇക്കറു. പക്ഷെ പെണ്ണിങ്ങ നിസ്കരിക്കാണ്ട് ഇക്കറാറ് മങ്ങിൽ തന്നെ ആണിങ്ങ നിസ്കരിക്കിற എല്ലാ ആണിങ്ങ നിസ്കരിക്കാറ് മങ്ങിൽത്ത് ಬಂದೆಂಗು നിസ്കരിക്കാറ്. അപ്പം ഈ വിഷയം നല്ലോണം ഗമന കൊടുക്കണം. എക്സാമ്പിൾ ഇപ്പോൾ ഒരു ഹാളിൽ പോയിട്ട് നിസ്കരിക്കുക വ്യവസ്ഥ ഇല്ല ബാവ അപ്പം അങ്ങ് എന്തിനാക്കറോ അങ്ങനത്തെ ഒരു കാരണമേ നിസ്കാരത്തിക്കില്ല. നിസ്കാരത്തിക്ക് അഞ്ഞ എവിടെമാ പ്ലേസ് എവിടെയൊക്കെ മങ്ങിലത്തേക്ക് വന്നാറ് അഞ്ഞ മുട്ടത്തിലുള്ള എവിടെ നിസ്കരിക്കുക വ്യവസ്ഥ ഇക്കറ് ഇനി ഒരു 4 കിലോമീറ്റർ ദൂരം ഉണ്ടു നിസ്കരിക്കുക വ്യവസ്ഥ ഉണ്ട് 4 കിലോമീറ്റർ ദൂരം ഇനിയെല്ലാം ഫുൾ ആൾമാരെಲ್ಲ ഫുള്ള് ഇതുണ്ട് ക്രൗഡുണ്ട് നിസ്കരിക്കുക ഒരു 4 കിലോമീറ്റർ പോകണം എന്ത് പോകുത്തിರಲಿ 20 കിലോമീറ്ററും 50 കിലോമീറ്ററും 100 കിലോമീറ്ററും പറയുമ്പോൾ ഒരു 4 കിലോമീറ്റർ എതിർ പോയി നിസ്കരിക്കുകയല്ലേ. ഹൈവേയിലുള്ളോ ಅಥವಾ റോഡ് സൈഡിലുള്ള എല്ലാ പള്ളിയിലും നിസ്കരിക്കുക വ്യവസ്ഥ ഉണ്ട്. നിസ്കാരത്തിൽ ഇതില്ലല്ലേ ഞങ്ങൾ മദ്രസത്തിലേക്കും പഠിപ്പാട്ടിരങ്ങനെ പഠിച്ചിരങ്ങനെ എത്ര ആൾക്ക് ನೆನಪുണ്ടു ഒരാൾ എങ്ങനെ എവിടെ നിന്നെങ്കും ഈ ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഇതിന്നെങ്കും ഒരു ഇങ്ങനെ എന്താകും തലയാട്ടിട്ടായെങ്കിൽ ആ നിസ്കാരത്തിക്ക് വില വെച്ചിട്ട് നിസ്കരിക്കണം. ട്രെയിനിൽ പോകണ്ടെങ്കും ഫ്ലൈറ്റിൽ പോകണ്ടെങ്കും ആ നിസ്കാരത്തെ ടൈം ആകുമ്പോൾ ആ നിസ്കരിക്കുള്ളൂ ആ പൂർണ്ണമായ ക്രമത്തിലായില്ലെങ്കിൽ അത് എന്താക്കണം മടക്കി നിസ്കരിക്കണം. ആ ടൈമിಗೆ മഹത്വം കൊടുത്തിട്ട് എന്താക്കണം നിസ്കാരത്തിൽ ഇതാക്കണം. ഒരാൾ നജസ്സിൽ ഒരാളുടെ കെട്ടി വെച്ചിട്ട് അവൻ നിസ്കരിക്കണം. നിസ്കാരത്തിക്ക് ഒരു നിലക്കും മങ്ങിലത്തെ കാരണം ചെന്നാൽ രക്ഷപ്പെടുക സാധ്യതയുണ്ട്. സുബ്ഹാനല്ലാഹ് ഒരിക്കലും ഇല്ല. നിസ്കരിക്കാത്തങ്ങ് നിസ്കരിക്കില്ല അങ്ങനെ നിസ്കരിച്ചുകൊണ്ടിരിക്കില്ല അങ്ങനത്തെ ആൾമാർ ഇക്കിടാറ് അതല്ല ഇത് നിസ്കരിക്കലങ്ങ് നിസ്കരിക്കില്ല ചെന്നിട്ട് കാര്യമില്ല ഹാൾഡങ്ങ നിർബന്ധമായിട്ട് ഞങ്ങളെ മേലെ ജവാബ്ദാരി അതാക്കണം നിസ്കരിക്കുള്ളൂ പ്ലേസ്. ഇനി അങ്ങനത്തെ ഒരു പ്ലേസ് അവിടെ ഇല്ലാണ്ടെങ്കിൽ എന്താക്കണം 10-50 കിലോമീറ്റർ വന്നു ഹാളിക്ക് വന്നു ഞങ്ങൾക്ക് 4 കിലോമീറ്റർ എതിർ പോയിട്ട് ഞങ്ങൾ ആണികളട്ട ചെന്നിട്ട് എതിർ പോകുക പെണ്ണിങ് ಹೋಗಾവില്ലേ ആ ഒരു മനസ്സ് വേണോണ്ട് മാത്രം മനസ്സിനെങ്കിലും നടക്കറ്. നിസ്കാരത്തോ കൽബുലൊരാൾക്ക് ಅದರ ಬಗ್ಗೆ ഒരു മഹബത്ത് ಇಂತುಂಟಾയി നിസ്കാര ബുടുല്ല എത്ര അവൽ വക്തിൽ ഞാൻ നിസ്കരിക്കാനായിട്ട് അങ്ങനത്തെ മൈൻഡ് സെറ്റ് ഉള്ളത് അങ്ങനെ നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരിക്കലും നിസ്കാരക്കല്ല ആക്കാറ്. ഇൻ്റെ ഏകദേശം പല പല കത്തുക്ക് അൽഹംദുലില്ലാ മാഷാ അല്ലാ അസ്സലാമു അലൈക്കും എല്ലാം എങ്ങനത്തെ ഇതിലെല്ലാം ചെല്ലാറ്. പക്ഷെ നിസ്കാര മങ്ങിൽ തന്നെ നിസ്കാരമില്ല എല്ലാ നിലക്കുള്ള എന്തൊരു അനാവശ്യം അനാചാരം എല്ലാം ആക്കാറ്. ഞങ്ങൾ ചിന്തിക്കണം സുബ്ഹാനല്ലാഹ് ഞങ്ങളുടെ നിസ്കാരം മങ്ങിലത്തെ കാരണം കൊണ്ടു സുന്നത്ര കാരണം കൊണ്ട് ഫർള് തപ്പിയത് എത്ര മങ്ങിലായിട്ടിരിക്കും. സുന്നത്തല്ല മങ്ങിലുള്ളത്. ഇനി എത്ര ആളിങ്ങനെ ആയിരിക്കും ಗೊತ್ತಿಲ್ಲ. ഇനിയെങ്കിലും നിസ്കാര കള്ളാക്കാണ്ട് മങ്ങിലത്തേക്ക് 10 ಗಂಟೆ 11 ಗಂಟೆ മങ്ങിലത്തേക്ക് എത്തിയെങ്കിൽ ചില ആൾക്കാർ അസർക്ക് മുന്നാൽ ഹാൾ വിടും 3 ಗಂಟೆ ആകുമ്പോൾ ഹാൾ ഉണ്ടാവും ആയും കുറേ ആൾ
വീഡിയോ ഷൂട്ടിങ് അത് ഇത് ചെന്ന് ടൈം ഡിലേ ആക്കിടാറ്. ഡിലേ ആക്കിയിട്ട് പുതിയ അവരുടെ നിസ്കാരമൊക്കെ അല്ല ആക്കാറ്. പുതിയ പെണ്ണ് നിസ്കാരമൊക്കെ അല്ല. സുബ്ഹാനല്ലാഹ്. നിസ്കാരത്തെ ಬಗ್ಗೆ നല്ലോണം ജാഗ്രത ആക്കണം. എങ്ങനത്തെ മൊമെൻറ്റിൽ ഞങ്ങൾക്ക് നിസ്കരിക്കണമുണ്ട് പരിപാടിയുള്ളൂ, എങ്ങനത്തെ സാഹചര്യത്തിൽ നിന്ന്. പക്ഷേ അവർ മങ്ങിലത്തെ കാരണം കൊണ്ട് ಅದರಾಂಟಿ ಬೇಜಾರವಡು ಮುತ್ತನಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ತಂಗಳು ಆ ಸುನ್ನತ್ ಆ ಚರ್ಯ ಅದರ ಪಾಲನೆ ಹಾಕಿಯೋ ಕಾರಣ ಕೊಂಡು ಫರ್ದ್ ನಿಸ್ಕಾರಕ್ಕೆ ಅಲ್ಲ ಹಾಕರೋ ಎಂದಿಂಗೆ ಅರ್ಥವೇ ಇಲ್ಲಲ್ಲಿ. ഒന്ന് സൂക്ഷ്മമായിട്ട് ഞങ്ങാದರೂ ചിന്തിച്ചെങ്കാದರೂ നമുക്ക് ഗംഭീരത അർത്ഥാവും. നാല് അല്ല കേട്ട് നിസ്കരിക്കാൻ ഈ നിസ്കാരಕ್ಕೆ ಅಲ್ಲ ಎಂದಿಗೆ ಅಂತ ಅಲ್ಲಾಹು ಕೇಳ್ಕೊಂಬತ್ತು. ನಾನവിടെ ಮಂಗಿಲ್ತಿನಿನ್ನೆ ಮಂಗಿಲ್ತಿಂತ അവിടെ ಹಾಲ್ ನಿಸ್ಕರಿಕೋ ಸೌಕರ್ಯ ಇಲ್ಲ ಅಂತ. ಇಲ್ಲೆಂಗೆ ಮಂಗಿಲ್ತಿ ನಕ್ಕ ಡ್ರೆಸ್ ಇದೈತು, ಮೇಕಪ್ ಅಡ್ಡ ಬಂತು, ಇಲ್ಲೆಂಗೆ ನಕ್ಕ ಇಂತಿಂತ ಕಾರಣ ಚೆಂದಿಂಗೆ ಅಲ್ಲಾವು ಒಕ್ಕ ಚೆಂತ ಬುಡ್ರಂಟ ಆರ್ಗಂಗೆ ಮನಸ್ಸಲ್ಲಿ ವಿಯಾರುಂಡ ಅಲ್ಲ ಫಸ್ಟಿಗೆ ತಾಕಿರ ಅಲ್ಲ ಎಲ್ಲ ನಂಗೆ ಚೆಂತ ಅಂದ್ರ ನಬಿಮಾರ ಮೂಲಕ ಮಹಾನ್ಮಾರ ಮೂಲಕ ನಂಗೆ ಕಡೆ ಪರಿപാടി ತಂದ್ರ ರಬ್ಬು ಈಗ ನಾಕು ತೀರ എന്തും ചെല്ലാണ്ട് അള്ളാഹു ഞങ്ങൾ ഇതാക്കുന്നുണ്ട് എങ്കിൽ അതൊക്കെ ഒരർത്ഥമുണ്ട്. പക്ഷേ എല്ലാ വിഷയം ഞങ്ങൾക്ക് അറിഞ്ഞിട്ട് നിസ്കാർ വക്തും കലാക്കോ തീരാണ്ട് എല്ലാവർക്കും ഗൊಂತುಂಟು. അത് അറിഞ്ഞിട്ട് ഞങ്ങൾ തപ്പാക്കിയിട്ട് നാളെ ഭാഗത്തിൽ വന്ന തെറ്റല്ലേ. അപ്പോൾ എന്താക്കണം, നിസ്കാരത്തെ ಬಗ್ಗೆ നല്ലോണം ഒരു ഗമന ഇൻഷാ അല്ലാ പ്രತಿയൊരു ആണും പെണ്ണും നമുക്ക് ഏകദേശം നിസ്കരിക്കാറ്. ആണിങ് ആണോ ഏകദേശം എല്ലാവരും പെണ്ണുങ്ങളതായിട്ടിക്കുറല്ലോ. ഇനി ഔത്തുക്ക് മങ്ങിലെല്ലാം കഴിഞ്ഞിട്ട് മുട്ടത്തോ ഔത്തറോ ഫാമിലി ഉണ്ടെങ്കല്ലേക്ക മങ്ങിലെല്ലാം കഴിഞ്ഞ് പോയിട്ട് ഔത്ത് പോയി എത്തിയാൽ പിന്നെ അരഗಂಟೆ മുക്കഗಂಟೆ ബാങ്ക് ഇന്നിങ്ക അപ്പം പോലും നിസ്കരിക്കില്ല. അതും ಹಾಲ್ ಅದು ಇದು ಪುದೆ ಪೆಣ್ಣು ಪುದಿಯ ಆಂಪ್ಲೆ ಅಂತ ಆಯ್ತು, ಎಲ್ಲ ಗಡಿಬಿಡಿ ಎಲ್ಲ ಆಯ್ತು ಬಂತು. ಇನ್ನು ಔತ್ತಲು ಬಂತು ನಿಸ್ಕರಿಕರ ಅದೂ ಇಲ್ಲ. ಅದ್ರ ತಲೆ ಮೀನು ಅವಡಂ ಪಾಡೆಂಗೆ ಸ್ಟಾರ್ಟ್ ವೀಡಿಯೋ ಫೋಟೋಸು അതും ഇതും നിസ്കാരമില്ല. ലുഹറും കല്ല, അസറും കല്ല. ചില ആൾക്കാർക്ക് മഗ്രിബും ഇക്കില്ല, പെണ്ണിങ്ങൾക്കും സ്വയാജല്ല ദിക്കല്ല. അപ്പോൾ ഈ വിഷയത്തിൽ നല്ലൊരു വലിയൊരു ഗംഭീരത്തുള്ള വിഷയത്തേക്ക് ഇതൊരു വലിയതായിട്ട് എടുക്കണം. ഈ മങ്ങിലത്തെ ഇനി മുതൽ ഒരേ ഒരു മങ്ങിലത്തെ കാരണം കൊണ്ട് ನನ್ನ നിസ്കാരಕ್ಕೆ അല്ലാഹു തീരാണ്ട് എൻ്റെ നിയത്താക്കണം. കാരണം എത്രമാ കള്ളായിട്ടിക്കും ಅದಕ್ಕೆಲ್ಲ അല്ലാഹുറൊಟ್ಟಿಗೆ തൗബ ചെയ്തിട്ട് എന്താക്കണം, ഒരു നിസ്കാര കലായെങ്കിൽ എങ്ങനെ ഒരു നിസ്കാര കലായെങ്കിൽ എത്രമാ വർഷം നരകത്തിലേക്കാണ് ഉണ്ടായിട്ടിക്കറ്. നിസ്കരിക്കാത്തതല്ല, നിസ്കരിക്കാണ്ട് ഇന്നങ്കല്ല, അത് ಬೇರೆ ಶಿಕ್ಷೆ ಅದಲ್ಲ. ഒരു നിസ്കാര അവൻ്റെ ലൈഫിൽ ഒരുത്ത 7 ವರ್ಷ ജീവിച്ചിട്ട് ഒരു നിസ്കാര കലായിത്തുണ്ടായെങ്കിൽ എത്രമാ വർഷം ಅದಕ್ಕೆ ಶಿಕ್ಷೆ അനുഭവിക്കാനുണ്ടായിത്തിക്കറ്. എത്രമാ വർഷ കണക്കൊന്നും ക്ലിയർ ഇല്ലാത്തതുകൊണ്ട് അഞ്ചെല്ലാം ഉദ്ദേശിക്കില്ല. എത്രമാ 1000 ವರ್ಷ ഒരു നിസ്കരിക്കാത്തത് കൊണ്ടല്ല. അസർ നിസ്കാര ബുട്ടത, ലൊഹർ നിസ്കാര ಅವ್ನು നിസ്കരിക്കാണ്ട് അതല്ല ബുട്ടിട്ടില്ല കലാവീട്ടിര കലായിട് ആ കലായിക്ക് എത്ര ശിക്ഷ ഉണ്ടു. ഇന്ന് ഞങ്ങൾക്കതൊന്നും വില വിഷയമല്ല. ഞങ്ങൾക്കുണ്ട് ഈ ഞങ്ങൾക്ക് ദുനിയാവുടെ ആസെ വന്ന് ദീനെന്തായിട്ടുണ്ടോ ഞങ്ങളുടെ സ്റ്റൈലിಗೆ ഞങ്ങൾ ബദലാക്കിയോണ്ടുള്ള, ഞങ്ങളുടെ ഇഷ്ടത്തിക്ക് ഞങ്ങൾ ബദലാക്കിയോണ്ടുള്ള, ഞങ്ങളുടെ മനസ്സിക്ക് ഞങ്ങൾ ബദലാക്കിയോണ്ടുള്ള. ഞങ്ങളെല്ലാം ചിന്തിക്കണം ഈ വിഷയത്തിൽ. അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു വക്തും മരിക്കറോടത്തോളം കലാ ആക്കാണ്ട് അവൽ വക്തിൽ നിസ്കരിക്കുക അല്ലാഹു ഞങ്ങൾക്ക് തൗഫീഖ് തരട്ടെ. നിസ്കാരത്തിലൊരു കൊതിവേണം. ഒരു ബാങ്കായിട്ട് ആയാൽ പിന്നെ ലൊഹർ ബാങ്കായിട്ട് ലൊഹർ നിസ്കരിച്ചാൽ പിന്നെ അസരെപ്പ ബാങ്കാവോട് ചെന്ന് കൊതിക്കണം കാക്കണം. അങ്ങനെയല്ല ഞങ്ങൾക്ക് ഇഷ്ടമുള്ള വസ്തു, അങ്ങനെയല്ല ഞങ്ങൾക്ക് ആക്കറല്ലേ. ഒരാൾ ഷോറൂം പോയിട്ട് ഗാഡി ബുക്കാക്കി വന്നിട്ട് ആ ഗാഡി 12 ತಾರೀಕಿಗೆ ಬಂದುಂಟುಂಡು ഇവിടെ 1 ತಾರೀಕಾകുമ്പോൾ ഓൺ വെയിറ്റ് ആക്കി തുടങ്ങി. ഓൺ മനസ്സിൽ എപ്പോഴും 15 ചോദിക്കറ് എപ്പോൾ 12 ತಾರೀಕು ಬಂದು. ഒരാൾക്ക് മങ്ങിലെന്തെങ്കിലും അതേപോലെ ആ മങ്ങിൽ തന്നെ ആളുടെ ഓൺ എത്രമാ തിങ്കൾ മുന്നിൽ എന്താക്കിക്കൊണ്ടിരിക്കുക മനസ്സിലത് എപ്പ ಬಂತ നാൾ കണക്കിട്ട് ಹೋಗಿಕೊಂಡಿരിക്കുക. ಪ್ರತಿಯೊಂದು ವಿಷಯ ഒരാൾ ഓൺലൈനിൽ ഓർഡർ ആക്കിയെങ്കിൽ എത്ര ആൾക്കാർ ഓൺലൈനിൽ ഓർഡർ ആക്കുறாரு. ഓൺലൈനിൽ ഓർഡർ ആക്കിയിട്ട് എന്താക്കുറോ അതൊരു ടൈം ആണ്ടി മുന്നിൽ അത് എപ്പോൾ ಬಂದುಂಟು ಅವ್ರ മനസ്സിൽ ഒരു ഇതിക്കറ് അല്ലേ. ഒരാൾ ഒരക കെട്ടിക്കൊണ്ടിരിക്കുക. അക കെട്ടിയിട്ട് ഇത് 1 ತಿಂಗಳು ಕಂಪ್ಲೀಟ್ ആവുടുണ്ടൊരു എഞ്ചിനീയർ ചെന്നൊരു 1 ತಿಂಗಳು ನಾನು ಕಂಪ್ಲೀಟ್ ആവുdu സൊറല്ല ആയിടും. അപ്പോൾ ആ ഡേറ്റ് വെയിറ്റ് ആക്കിക്കൊണ്ടിരിക്കുക. ಪ್ರತಿಯೊಂದು ವಿಷಯ നമുക്ക് ഇഷ്ടമുള്ള കാര്യത്തെ ഞങ്ങൾ എന്താവും ഒരാൾക്ക് ഒരു കാര്യം ഇഷ്ടമുണ്ട അത് ಬಂಡ മുന്നലേ അവൻ ആഗ്രഹിക്കുക തുടങ്ങുക. അത് മനുഷ്യരൊരു സ്വഭാവമായിത്തിക്കറ്.
എന്തുകൊണ്ട് ഞങ്ങൾക്ക് നിസ്കാരത്തിൽ അങ്ങനെ ഉറക്കായും വന്നറ ലൊഹർ നിസ്കരിച്ചോളൂ പിന്നെ അസർ റബ്ബെ എപ്പോൾ ബാങ്കോട് അസർ നിസ്കരിക്കും ആശായി ഉണ്ടുണ്ടു അങ്ങനെ ഞങ്ങളുടെ മനസ്സിൽ വന്നറ ഞങ്ങൾക്ക് എങ്ങനെ അസർ നിസ്കാരം ನಾನು ನಿಸ್ಕರಿಸಿ ಬಿಡು ಇದೊಂದು ಭಾರ ಎಲ್ಲಿ ಓಟು അതല്ല മഹബത്ത് വേണം എല്ലാ വിഷയത്തിലും. പ്രത്യേകിച്ചിട്ട് ഈ വിഷയം ഞാൻ ചൊല്ല വന്നു ടോട്ടലായിട്ട് നീണ്ടും വിഷയം നീണ്ടിയും പോകാൻ ഉദ്ദേശിക്കില്ല. നീട്ടിയും പോയി പിന്നെയും ಬೇರೆ വിഷയത്തിൽ കിടക്കരുത്. ഇത് ಬೇರೆ വിഷയത്തിൽ കിടന്നതുകൊണ്ട് ടോട്ടലായിട്ട് ഞാൻ ചെന്നു ഈ നിസ്കാരത്തെ വിഷയ മങ്ങിലത്ത് പോകേണ്ട പെണ്ണിങ്ങ, പ്രത്യേകിച്ചിട്ട് പെണ്ണിങ്ങ. ചില ആൾക്കാരിക്കിടാറ് ഉമ്മമാരെല്ലാം നിസ്കരിക്കാറ്, മക്ക മേക്കപ്പും അത് ഇത് ചിന്തിക്കರು, മക്കളൊಟ್ಟಿಗೆ ഒരു കൽപ്പന ആക്കല്ല. അങ്ങനെയുള്ള ഇസ്ലാം പഠിപ്പായിട്ട് ಹಿಂಗಮ್ നിങ്ങൾ മക്കൾ അബ്ബമാർ അതേപോലെ അബ്ബമാർ 5 വക്ത് പള്ളിയിൽ പോകണ്ടാറ് എല്ലാം ആക്കിടാറ് നിസ്കാരം ഒരു വക്തും മുടില്ല. പക്ഷേ തൻ്റെ പെൺമക്കളോ അങ്ങനെ നിസ്കരിക്കാറ് ആ വിഷയത്തിലേ ഇല്ല. അങ്ങനെ ആവത്തീರ ನಿಸ್ಕಾರത്തെ ವಿಷಯ നല്ലോണം ಗಮನ ആരായെങ്കിൽ നിങ്ങളെ മക്ക നിസ്കരിക്കില്ല ಅಂತ ಹೆಂಗೆ ನಿರ್ಬಂಧವಿದೆ ಎಂದು ಮಂಗಿಲೆಂದಂಗೆ ಎಂಗಂತ ಬೇನೆ ಇಕ್ಕಟ್ಟು ಆರ ಮಂಗಿಲ ಬೇನೆ ಇಕ್ಕಟ್ಟು ಎತ್ತರ ಮುಟ್ಟತ್ತ ಮಂಗಿಲ ಬೇನೆ ಇಟ್ಟು ಅವತರಂಗಳ ಮಂಗಿಲ ಬೇನೆ ಇಕ್ಕಟ್ಟು ഒരു ഉമ്മായോ അബ്ബായോ മക്കളോ ആ കാരണം കൊണ്ട് നിസ്കാരಕ್ಕೆ അള്ളാഹ്ക്കപ്പെടുക ಅಂಕು ಮದುವೆನು ಇನಿ ಅಂಕು ಇನ್ನಿല്ലെങ്കിൽ അബ്ബ ഇതാക്കണം. ചില മൊത്തം അങ്ങനെ അബ്ബ ഉമ്മ നിസ്കരിക്കാറ്, മക്ക നിസ്കാരമില്ല, മങ്ങിലത്തെ നിസ്കാരമില്ല, തീരെ നിസ്കാരമില്ല ഉണ്ടല്ലോ ഇങ്ങനത്തെ സന്ദർഭത്തിലല്ല തീരെ. അള്ളാഹു ഞങ്ങളെ കാത്ത് സലാമത്താക്കാട് വലിയൊരു മുസീബത്തായിട്ട് സുബ്ഹാനല്ലാ. ഇದ್ರ തിങ്കിನ ഓർക്ക് ಹಾಕೋನು ഒന്നും കൂടി ನಾವು ഓർമ്മ ಹಾಕರು സുന്നത്ത് ആക്കലോട് കൂടി സുന്നത്ര ആ കാര്യത്തിൽ ഭാഗവഹിക്കലോട് കൂടി ಅಥವಾ പുതിയ പെണ്ണിട്ടാങ്കിൽ ആ ചരിയട സുന്നത്രോ നമുക്ക് അത് സുന്നത്തല്ല നിൽക്കാതെ ഇനി അതിൽ ഭാഗവഹിക്കുക ആ സുന്നത്തിൽ ഭാഗവഹിക്കുന്ന ആൾ മാറും. നിസ്കാരം ഇല്ലാണ്ടായെങ്കിൽ സുന്നത്ര കാരണം കൊണ്ട് ഫർദ് അങ്ങനെ അവിടെ സംഭവം ഉണ്ടോ? ഇല്ലല്ലേ. ഞാൻ ചെന്ന പോലെ ലോഹർ റവാത്തീബ് സുന്നത്ത് നിസ്കരിച്ച് ലോഹർ നിസ്കരിക്കേണ്ട വന്നെ എന്താവും? അതും ഒരു സുന്നത്ത് ഇതും ഒരു സുന്നത്ത്. അപ്പോൾ ഇതിൽ ചുമ്മാ ഞങ്ങൾ ഡീപ്പായിട്ട് തിങ്കാകുമ്പോൾ കുറേ വിഷയം ഞങ്ങൾക്ക് മനോറിക്കാക്കുക. ഇനി മുതൽ ആറും ನಾನು ಮಂಗಿಲ್ತು പോയി നിസ്കാര വിട്ട് കലില്ലാച്ചുള്ളൊരു ദൃഢമായ ഒരു പ്രതിജ്ഞ ഞങ്ങൾ എടുക്കണം. അങ്ങനത്തെ ഒരു മനസ്സ് ഞങ്ങൾക്ക് പറഞ്ഞു. നിസ്കാര വിട്ടത്ത് ഏത് മേക്കപ്പ് ഏത് ഡ്രസ്സ് അല്ലാ ನಿಸ್ಕಾರ ಚೆನ್ನೆಂಗೆ ಅದರ ಬಗ್ಗೆ ಒಂದು ನಂಗೆ ಎಕ್ಸ್ಪ್ಲೈನ್ ಹಾಕೋದು ಇಚ್ಚಂಗೆ ಅದೊಂದು ತೀವ್ರ ವಿಷಯ ಅಲ್ಲ. ಅಲ್ಲಾಹು ನಂಕು മരണം തോലും നിസ്കരിക്കും അള്ളാഹു നമുക്ക് തോഫീക്ക് തരട്ടെ. ചില മഹാന്മാർ നമുക്ക് ഖബറിലും നിസ്കരിക്കണമെന്ന് കൊതിച്ച മഹാന്മാർ അങ്ങ് മരണപ്പെട്ടാൽ പിന്നെ ഖബറിൽ നിസ്കരിച്ച സംഭവം എത്രമാ ഉണ്ട്. ആ നിസ്കാരത്തെ ടേസ്റ്റ് ആ ലജ്ജത്ത് കിട്ടി ഉണ്ടല്ലേ. നക്ക് റബ്ബെ ഊടെ മാത്രം നിസ്കരിച്ച മേയോല ഖബറിലടക്കണക്ക് നിസ്കരിക്കുന്നുണ്ട്. അങ്ങനത്തെ ലയിച്ചു പോയാർ. അങ്ങനെയുള്ള എത്രമാ മഹാന്മാർ, സാബിത്തുൽ ബുനാനി പോലത്തെ മഹാന്മാർ മരണത്തിൽ പിന്നെ ഖബറിലും അങ്ങ് നിസ്കരിച്ചതായിട്ട് സംഭവമുണ്ട്. അള്ളാഹു നമുക്ക് അങ്ങനത്തെ ഒരു തൗഫീക്ക് തരട്ടെ. നിസ്കാരം എന്നങ്ങനെ അതൊരു മഹബത്ത് ಬೇರೆ, ಅದಕ್కొരു ടേസ്റ്റ് ഉണ്ട്. അതറിഞ്ഞെങ്കിൽ ಅದರ പിടി അള്ളാഹു മരിക്കലോടത്തോളം ഒരു നിലക്കും ഒരു നിസ്കാരം അള്ളാഹ് നിസ്കരിക്കും അള്ളാഹു തൗഫീക്ക് തരട്ടെ. നിസ്കാരಕ್ಕೆ ಬರಂಬಲ್ತ ಎಲ್ಲ ತಡಸ್ತದ ಅಲ್ಲಾಹ್ നമ്മളെ ദൂരത്താക്കട്ടെ. ആമീൻ റബ്ബൽ ആലമീൻ.